ഹലോ പ്രീതി ക്യൂട്ടീസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓണംസി പായസ സീരീസിലത്തെ ആറാമത്തെ പായസം പരിപ്പ് പ്രഥമനാട്ടാ. അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാ ഉണ്ടാക്കാന്ന്. എല്ലാവരും ഓട്ടി വാ, നമുക്ക് ഒന്നിച്ച് കാണാം വാ. അപ്പൊ നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് പരിപ്പാണ്. ഇതാ ഇത് കണ്ടോ, ഒരു കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തുക്കുന്നത്. നമ്മുടെ ചെറുപരിപ്പാട്ടോ, നമ്മുടെ ചെറുപയറല്ലേ, പച്ച ചെറുപയറ്, ഇത് തോല് കളഞ്ഞ് കിട്ടണ പരിപ്പാണ് ചെറുപരിപ്പ്. നോക്കി, നമ്മുടെ തൂരപ്പരിപ്പിനേക്കാളും കുറച്ചും കൂടി ചെറുതാ നമ്മുടെ ചെറുപരിപ്പ് എന്ന് പറയുമ്പോൾ. ഈ പരിപ്പ് ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ദാ ഈ ശർക്കര ഞാൻ ഏകദേശം ഒരു കപ്പായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് തികച്ചെടുത്തിട്ടില്ല, കുറച്ച് കുറവാണ്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ. ദാ കണ്ടോ, ഇത് വലിയൊരു തേങ്ങ ചെരുകിയതാട്ടോ. വലിയ തേങ്ങ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തേങ്ങ മതിയാവും. നമുക്ക് ചെറുതൊക്കെ വെച്ചിട്ട് ഒന്നര, നമ്മുടെ തേങ്ങയുടെ വലുപ്പത്തിനനുസരിച്ച് 1-2 തേങ്ങകൾ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചുക്ക്, ജീരകം, ഏലക്കായ പൊടിച്ചതാണ്. ദാ ചുക്ക്, ജീരകം, ഏലക്കായ പൊടിച്ചത് 2 നുള്ളു വീതം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പരിപ്പ് ഒന്ന് വറക്കാം. വറുത്ത ശേഷമാണ് നമ്മൾ കഴുകാൻ പോകുന്നത്. നമുക്ക് പരിപ്പ് വറുക്കാനായിട്ട് ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. ഇനി ഒന്ന് ചൂടാവട്ടെ, നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ലോണം കൈവിടാണ്ട് ഇളക്കാം. ഈ പരിപ്പ് വറുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പിന്റെ ഒരു പച്ച ചൊയുണ്ട്, അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പരിപ്പ് ഇങ്ങനെ വറുക്കുന്നത്. പിന്നെ വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ പരിപ്പ് വറുത്ത് കോരി മാറ്റി വെച്ചു. അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അതിന് ശേഷം നമ്മളത് നല്ലപോലെ കഴുകി കുക്കറിലോട്ടും വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഞാനിവിടെ പരിപ്പ് കുക്കറിലാണ് വേവിക്കാൻ ഉദ്ദേശിക്കുന്നത്, പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. കുക്കറിലിട്ടിട്ട് നമുക്ക് ഒരു 2-3 വിസിലടിക്കാം. അപ്പം നമുക്ക് സ്റ്റൗവിലേക്ക് ഇപ്പം കുക്കറിനെ മാറ്റാം. ഇതാ നോക്കിയ പരിപ്പിലോട്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പരിപ്പ് മുങ്ങി കൊടുക്കാൻ പാകത്തിനുള്ള വെള്ളം കേട്ടോ, അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി നമുക്കിത് നല്ല പോലെ വേവണം. 2-3 വിസിലായിക്കോട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പടച്ച് വയ്ക്കാം. കുക്കർ അടച്ച് അതിൻ്റെ വെയിറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് വെന്തിട്ട് നോക്കാം കേട്ടോ. നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ ശർക്കര ഉരുക്കി ചൂടാറുമ്പോൾ അരിച്ചെടുത്ത് വെക്കാം കേട്ടോ. ശർക്കര നമ്മൾ ഒരിക്കലും നേരിട്ട് പായസത്തിൽ ചേർക്കരുത്, ശർക്കരയിൽ കരടൊക്കെ ഉണ്ടാവും. നമ്മൾ നേരത്തെ അളന്ന് വെച്ചിരുന്ന 1 കപ്പിന് താഴെ കണ്ട ഞാനിവിടെ ശർക്കര എടുത്ത് വയ്ക്കുന്നത്. 1 കപ്പോളൊക്കെ ശർക്കര നല്ല മധുരം വേണ്ട ഒരു കാവാട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഉരുക്കി അരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ശർക്കര ഒരുക്കാനും വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇവിടെ തേങ്ങ പിഴിഞ്ഞ് 2-ാം പാലും 1-ാം പാലും മാറ്റി വയ്ക്കണം. നമ്മൾ 2-ാം പാല് പരിപ്പ് പായസത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കാം. 1-ാം പാലാവുമ്പോൾ നമുക്ക് നല്ല പരമാവധി കുറവ് വെള്ളം ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം 1-ാം പാലെടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് തേങ്ങ അരയാൻ മാത്രമല്ല വെള്ളം ചേർക്കണുള്ളൂ കേട്ടോ, 1-ാം പാലെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇനി നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. നോക്കി, പരിപ്പ് ആവശ്യത്തിനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2-ാം പാല് ചേർത്ത് കൊടുത്ത് പരിപ്പ് ഈ 2-ാം പാല് കിടന്നിട്ട് വേവട്ടെ. ഇതിൽ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഒട്ടും തന്നെ വെള്ളം ബാക്കിയില്ല കേട്ടോ. അപ്പം ഞാൻ 2-ാം പാല് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത്രത്തോളാണ്. നമുക്ക് ഇനി ഇതിലോട്ട് 2-ാം പാല് ചേർത്തിട്ട് തികഞ്ഞില്ലെങ്കിൽ ചേർക്കാനായിട്ട് തേങ്ങാപ്പീരയിൽ വെറുതെ വെള്ളം ഒഴിച്ച് കലക്കി അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 2-ാം പാല് ചേർത്ത ശേഷം അതും കൂടിയും ആവശ്യമുള്ളത് ചേർക്കാം. പണ്ടൊക്കെ ഇങ്ങനെയാ പരിപ്പും അതുപോലെ ആടെയൊക്കെ പ്രഥമം വെക്കുകയെന്ന് വെച്ചാൽ 3-ാം പാലില്ലേ, പ്രഥമം വെക്കുക എപ്പോഴും 3-ാം പാല് പിഴിഞ്ഞ് അതിൽ വേവിച്ച് വെന്ത് പാകമാകുമ്പോൾ 2-ാം പാല് ഒഴിച്ച് കുറുക്കും. അന്നൊക്കെ ഈ കൈ കൊണ്ടാണല്ലോ, പണ്ടൊക്കെ തേങ്ങയൊക്കെ പിഴിയ കൈ കൊണ്ടാണല്ലോ. ഇന്നിപ്പോൾ മിക്സിയൊക്കെ വന്നു. അപ്പോൾ പാലിൻ്റെ പശിമയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് 2-ാം പാലോട് ഒഴിച്ച് പോരും. ഞാൻ തേങ്ങാപ്പീരയിൽ 2-ാം പാലെടുത്ത ശേഷമുള്ള തേങ്ങാപ്പീരയിൽ ചുമ്മാ വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തതാ. കണ്ടോ, വെറും കഞ്ഞിവെള്ളം പോലെ ഉണ്ട് ഈ പാല്. പാലെന്നൊന്നും വിളിക്കാൻ പറ്റില്ല, കഞ്ഞിവെള്ളം പോലെ ഉള്ളൂ അതിൻ്റെ കളറ്. ഞാൻ എന്തായാലും ആ തേങ്ങയുടെ ഉള്ള പശിമി പോകണ്ടെന്ന് വെച്ചിട്ട് എടുത്തു എന്നുള്ളൂ. അപ്പം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഈ വെള്ളം കൂടിയും ചേർക്കാം. 2-ാം പാലിലോട്ട് നമുക്ക് നമ്മുടെ പരിപ്പ് വെന്തുടയാൻ പാകത്തിനുള്ള
ഞാനിപ്പോൾ എന്തായാലും മൊത്തം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് ഈ രണ്ടാം പാലിൽ ഇങ്ങനെ കിടന്ന് പരിപ്പ് വേവട്ടെ കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മുടെ പരിപ്പ് നല്ലപോലെ ഈ രണ്ടാം പാലിൽ കിടന്ന് ചേർന്നിട്ടുണ്ട്, വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ശർക്കര നീര് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര നീരില്ലേ, ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഈ ശർക്കര മധുരമൊക്കെ ഈ പരിപ്പിലൊന്ന് പിടിക്കണം. ഇതിൻ്റെ തിക്നെസ് പാകമാവണം. ഇത് വല്ലാണ്ട് ലൂസാണല്ലോ. നമുക്ക് എത്ര തിക്നെസ് ആണോ വേണ്ടത് അതിനേക്കാളും കുറച്ചും കൂടി അളവ് ആവുന്ന സമയത്ത് നിർത്തണം. ഇതൊക്കെ ഇരുന്നൊന്ന് വറ്റി അല്ലെങ്കിൽ ഇരുന്നൊന്ന് കുറുകും പായസമൊക്കെ. നമുക്ക് വേണ്ട തിക്നെസ്സിനേക്കാൾ ഒരു അല്പം മുന്നേ നിർത്തണം കേട്ടോ. ഇപ്പം നമ്മുടെ ഏകദേശം പാകമായി തുടങ്ങിയിട്ടുണ്ട്. തിളയ്ക്കുമ്പോൾ പരിപ്പൊക്കെ നമുക്ക് കാണാനുണ്ട്. ഇത് 5 മിനിറ്റ് കൂടി തിളച്ചു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് തീ ഓഫ് ആക്കിയിട്ട് ഒന്നാം പാല് ചേർക്കാം കേട്ടോ. ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് ഇതാ നോക്കിക്കേ, ചുക്കും ജീരകവും ഏലക്കയും പൊടിച്ചത് ഞാൻ ചേർക്കാം കേട്ടോ. നന്നായി ചേർത്തിളക്കി 2 തള തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇതാ നമ്മൾ തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്ത് തിള നിൽക്കുമ്പോഴേക്കും തന്നെ നമ്മൾ ഒന്നാം പാൽ ചേർത്ത് നല്ലോണം ഇളക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ചുക്കും ജീരകവും ഏലക്കായും ചേർത്തിക്കുന്നതിൽ ജീരകം തികച്ചും ഓപ്ഷനിലാട്ടോ. ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ജീരകം ചേർക്കണ്ട. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിലോട്ട് ഈ ചൂടോടുകൂടെ തന്നെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം മിക്സ് ചെയ്യുക. ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കാൻ പാടില്ല എന്ന് പറയാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിരിയും. ഈ പാല് വേവില്ല എന്ന് എന്തെങ്കിലും സംശയമുള്ളവരൊക്കെയാന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ, സ്റ്റൗവിൻ്റെ ഏറ്റവും ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അതിൽ കൂടുതൽ വെക്കിരിക്കുക. നല്ലോണം മിക്സ് ചെയ്തു. ഇനി നമുക്ക് വറുത്ത് കോരിയ അണ്ടിപ്പരിപ്പിലേക്ക് ചേർക്കാം. ഇനിയിപ്പോൾ ഇത് സർവിങ് ബൗളിലോട്ട് മാറ്റാം കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മുടെ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് നോക്കാം. അപ്പം നമ്മുടെ പായസം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. തിക്നെസ് ഒക്കെ നല്ല പാകം. ഇപ്പം നല്ല ചൂടായ കാരണം കുറച്ചൊരു ലൂസ് തോന്നും. അതൊന്നും കുഴപ്പമില്ല. ചൂടാകുമ്പോൾ തിക്നെസ് ഒക്കെ നല്ല റെഡി ആയിക്കോളും. ഈ പായസത്തിൻ്റെ മധുരം ഒക്കെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിവിടെ കുറച്ച് മധുരം ഉപയോഗിച്ചിട്ടുള്ളൂ. ഇവിടെ എല്ലാവർക്കും പരിപ്പ് പായസം വലിയ ഇഷ്ടമാണ്. അപ്പം അവർക്കൊക്കെ മധുരം കുറവാണ് താല്പര്യം. അതുകൊണ്ട് ഞാനിവിടെ കുറവ് മധുരം ഉപയോഗിച്ചിട്ടുള്ളൂ. 1 കപ്പ് തികച്ച് ഞാൻ ശർക്കര എടുത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് 1 കപ്പ് തികച്ചെടുക്കുകയെ 1.5 കപ്പൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നല്ല മധുരം വേണമെന്നുള്ളവർക്കൊക്കെ 1.5 കപ്പൊക്കെ നല്ല പോലെ എടുക്കാം കേട്ടോ. ഇവിടെ ആർക്കും മധുരത്തിനോട് വലിയ താല്പര്യമില്ല. അപ്പം ഇനി പരിപ്പ് പായസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആണ്. അമ്മയ്ക്കൊക്കെ മധുരം കുറവ് ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ മധുരം കുറവ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ചേർക്കാം. അപ്പം നമ്മുടെ ഓണം പായസ സീരീസിലത്തെ 6ാമത്തെ പായസമാണ് ഇവിടെ റെഡി ആക്കുന്നത്. അപ്പം നമ്മൾ ഇതിന് മുന്നേ പാലടി ഉണ്ടാക്കിയിട്ടുണ്ട്, സേമിയ, സാഗു, ക്യാരറ്റ്, പിന്നെ പഴപ്രഥമൻ. ഇപ്പം 6ാമത്തെ പായസമായിട്ട് പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും മറ്റ് വീഡിയോസ് ചാനലിൽ കയറി കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പം എല്ലാവരും അതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്ത് വേണം? ബെൽ ബട്ടൺ ഞെക്കുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്ന ആരും ഇതുവരെയ്ക്കും ഒരു കമൻറ്റ് പോലും എനിക്ക് തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എനിക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. നെഗറ്റീവായാലും ശരി പോസിറ്റീവായാലും ശരി നിങ്ങൾ കമൻറ്റ് പറയാം കേട്ടോ. നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്കറിയുള്ളൂ എന്താണ്, എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ താല്പര്യക്കേടുണ്ടോ അല്ലെങ്കിൽ നന്നായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം എനിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ പറയണ്ടേ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ഇനി വേറൊരു പായസത്തിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.